എന്താണ് ടോക്കൺസ്? എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സി പ്രോഗ്രാമിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മാളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്കാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുകയാണ്, നമ്മളൊരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിലും ആവശ്യങ്ങളുണ്ട്? കല്ല്, സിമെൻറ്റ്, പിന്നെന്താ മണൽ, വെള്ളം, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലേ? അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സിമിലർലി ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ദി സ്മാളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സി പ്രോഗ്രാം. സോ സ്മാളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സി പ്രോഗ്രാം ആണ് എന്ത്? ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി സ്മാളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വേർഡുകൾ, ഇപ്പോൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലും നമ്മൾ ഓരോ വേർഡുകൾ പറയില്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ സിയിൽ വരുന്നത് മെയിനായിട്ട് 5 ടോക്കൺസ് ആണ് നമുക്ക് സി പ്രോഗ്രാമിങ്ങിനുള്ളത്. സോ 5 ടോക്കൺസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണാണ് കീവേഡ്സ്. നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ എന്തായാലും പ്രോഗ്രാമിങ്ങിൽ കീവേഡ്സുകൾ ഉണ്ടാവും. രണ്ടാമത്തതാണ് ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാവും. മൂന്നാമത്തതാണ് ലിറ്ററൽസിനെ പറയുന്ന വേറെ പേരാണ് കോൺസ്റ്റൻസ്. നാലാമത്താണ് പങ്ക്ച്വേറ്റേഴ്സ്. അഞ്ചാമത്തതാണ് ഓപ്പറേറ്റേഴ്സ്. സോ ദീസ് ആർ ദി ടോക്കൺസ്. So tokens means smallest building block of a C program, and C language has 5 tokens: keywords, identifiers, constants, punctuators and operators. ഇനി നമുക്കിതിൽ ഓരോ ടോക്കൺസ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ്. അതായത് ആ ഓരോ വേർഡിന് എന്തുണ്ടായിരിക്കും? ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ടായിരിക്കും. ആ സ്പെസിഫിക് മീനിങ് നമ്മൾ കൺവേ ചെയ്യും. ദാറ്റ് ഈസ് കീവേഡ്സ് ആർ ദി വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദി കമ്പൈലർ. ഓക്കെ, അപ്പോൾ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും പ്രിൻ്റ് എഫ് എന്ന് പറയണം. വെറും പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ആവില്ല. അപ്പോൾ ചില വേർഡുകൾ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർ തന്നെ സെറ്റ് ചെയ്ത് വെച്ച വേർഡുകളാണ്. നമുക്ക് ഒരിക്കലും അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ πr² അല്ലേ, നമ്മൾ സർക്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ πr² പറയും. ഇതിൽ പൈ എന്നുള്ളത് 3.14 ആണ്. നിങ്ങൾക്ക് വേണിച്ചാൽ 2.14 ആക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതേപോലെ ചില വേർഡുകൾ റിസർവ്ഡ് ആണ്. നമുക്ക് ഒരിക്കലും അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും റീഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ മെയിൻ എന്ന് പറഞ്ഞത് അല്ലേ, മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർവ്ഡ് വേർഡാണ്. ഓക്കെ, അതായത് എനിക്ക് മെയിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും പേര് വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. അതേപോലെ കുറേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മെയിന്, ഇൻറ്റ്, അതായത് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അതൊക്കെ റിസർവ്ഡ് വേർഡ്സാണ്. മെയിന്, ഇൻറ്റ്, ക്യാറ്, ഡബിള്, ഈഫ്, വൈല്, സ്വിച്ച്, ഡു വൈല്, അതേപോലെ ഗോ ടു, ബ്രേക്ക്, ദെൻ കണ്ടിന്യൂ, ഫ്ലോട്ട്, ഫോറ്, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കാണിക്കാൻ വേണ്ടി കോൺസ്റ്റൻ്റ് എന്ന് എഴുതരുത്, കോൺസ്റ്റ്, അതേപോലെ തന്നെ കേസ്, അതേപോലെ തന്നെ ഡീഫോൾട്ട്, ദെൻ സൈസ്, ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസിന് വേണ്ടി സൈസ് ഓഫ്, അതേപോലെ യൂണിയൻ, സ്ട്രക്ചറിന് വേണ്ടിയിട്ട് സ്ട്രക്റ്റ്, അതേപോലെ തന്നെ വോയിഡ്, ഷോർട്ട്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, റിട്ടേൺ, അതേപോലെ തന്നെ ന്യൂ, ഇൻലൈൻ, ഇനം, എക്സ്റ്റേൺ, സ്റ്റാറ്റിക്. ഇതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കീവേഡുകളുണ്ട്. ഓക്കെ, നമുക്കൊരിക്കലും മെയിനായിട്ട് ഒരു ഏകദേശം 48 മേലെ കീവേഡുകളുണ്ട്. ഓക്കെ, നമുക്കൊരിക്കലും അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ദി റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു എ കമ്പൈലർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റീജർ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇൻറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇൻറ്റീജർ എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റ് തന്നെ കൊടുക്കണം. എനിക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് തന്നെ കൊടുക്കണം. എനിക്ക് കണ്ടീഷന് വേണ്ടി ഈഫ് ആണെങ്കിൽ ഈഫ് തന്നെ കൊടുക്കണം. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതിന് പകരം. Okay, they are the reserved words and we cannot redefine them. So these are the keywords. Okay, the second one is identifiers.
ഓക്കെ. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലാംഗ്വേജിനും നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ചില വേരിയബിൾസൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും, യൂസറിന് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. സോ ഐഡൻറ്റിഫയേഴ്സ് ആർ ദി ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എനി ലാംഗ്വേജ് ആൻഡ് ദീസ് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ. ഓക്കെ. അപ്പോൾ എന്തിനായിരിക്കും ഈ വേർഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? മെയിനായിട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്സ്, അതായത് മെമ്മറി ലൊക്കേഷൻസ്, ഫങ്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഐഡൻറ്റിഫയേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? യൂസറാണ്. ഇവിടെ കീവേഡ്സ് ഡിഫൈൻ ചെയ്തത് ഡെവലപ്പർ ആണെങ്കിൽ ഇവിടെ നമുക്ക് തന്നെ ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയിം കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റില്ല, ഇത് റിസർവ്ഡ് വേർഡ്സാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുമ്പോൾ ഐഡൻറ്റിഫയർ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. നമ്മുടെ തോന്നിയ ഇഷ്ടത്തിനനുസരിച്ച് പറ്റില്ല, ചില നിയമങ്ങളുണ്ട്. എപ്പോഴും ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. സോ ഇറ്റ് ഈസ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. ലെറ്റേഴ്സിൻ്റെയും ഡിജിറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ ആവണം. ഓക്കെ. ലെറ്റേഴ്സ് മാത്രം വരാം. ഓക്കെ. ഇറ്റ് ഈസ് എ ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. ദെൻ നമ്മൾ ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ലെറ്റർ ആവണം. ഓക്കെ. ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും എന്താവണം? ലെറ്റർ ആവണം. ഓക്കെ. ദെൻ അണ്ടർസ്കോർ ക്യാൻ ബി കൗണ്ട് ആസ് എ ലെറ്റർ. ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി താഴെ വരെ വയ്ക്കില്ല, അത് അണ്ടർസ്കോർ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ലെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയണത്, നമ്മൾ ഐഡൻറ്റിഫയർ എഴുതുമ്പോൾ നമ്മൾ സ്പേസ് ഇട്ട് എഴുതരുത്. വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്. ഇപ്പോൾ എനിക്ക് ഒരു ഐഡൻറ്റിഫയർ എഴുതണം, എ സ്പേസ് ബി എന്ന് കൊടുക്കരുത്, സ്പേസ് ഇട്ടിട്ട് എഴുതരുത്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ലെറ്ററാണ്, ശരി, ഇതിലൊരു ലെറ്ററാണ്, പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഇടയിൽ സ്പേസ് ഉണ്ട്, ഒന്നും നിങ്ങൾ അടുപ്പിച്ച് എഴുതുക, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് എഴുതുക. ഓക്കെ. ഒരിക്കലും സ്പേസ് ഇട്ടിട്ട് എഴുതരുത്. ഒരു ഐഡൻറ്റിഫയർ നമ്മൾ സ്പേസ് ഇട്ടിട്ട് എഴുതരുത്. പിന്നെ ഞാൻ എ ഉപയോഗിച്ചു, പക്ഷേ ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഉപയോഗിച്ചത് എയുടെ പകരം ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ എന്താണ്? രണ്ടും ഡിഫറൻ്റ് ആണ്. കാരണം ഇതിനൊരു ആസ്കി വാല്യൂ ആണ്, ഇതിനൊരു ആസ്കി വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്റേഴ്സും ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്, ദാറ്റ് ഈസ് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ. അപ്പോൾ കേസ് സെൻസിറ്റീവ് ആണ്, ദാറ്റ് ഈസ് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഡിഫൈൻ ചെയ്ത വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കീവേഡ്സിന് ഒരിക്കലും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത്. കീവേഡ്സ് ആർ നോട്ട് യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ. അപ്പോൾ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ആണ്. ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ ആവണം. അണ്ടർസ്കോർ ക്യാൻ ബി കൗണ്ട് ആസ് എ ലെറ്റർ ഓർ ക്യാരക്ടർ. ആൻഡ് വൈറ്റ് സ്പേസസ് പാടില്ല. സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഡിഫറൻ്റ് ആണ്. കീവേഡ് യൂസ് ചെയ്യരുത്. സോ ഈ റൂളുകൾ ഫോളോ ചെയ്തുകൊണ്ടാവണം നമ്മളെപ്പോഴും ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ കുറച്ച് ഐഡൻറ്റിഫയറിന് എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാനൊരു ഐഡൻറ്റിഫയർ എഴുതുകയാണ് എ. ഇത് ഐഡൻറ്റിഫയർ ആണോ? ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. കാരണം എന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ. ഇത് ഫസ്റ്റ് ക്യാരക്ടർ എന്തായാലും ലെറ്റർ തന്നെയാണല്ലോ. ആണ്. പിന്നെ വേറെ ഒന്നുമില്ല അല്ലേ? ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ വൈറ്റ് സ്പേസ് ഒന്നും പറയാനില്ല. ഇനി ഇത് നോക്കുക. ഇതും ഐഡൻറ്റിഫയർ ആണ് അല്ലേ? കാരണം എന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ ഈസ് എ ലെറ്റർ ആൻഡ് നോ അടുപ്പിച്ച് ചെയ്തിരിക്കണം, നോ വൈറ്റ് സ്പേസസ്. ഇത് കീവേഡും അല്ല അല്ലേ? ഇനി ഇത് ഐഡൻറ്റിഫയർ അല്ല അല്ലേ? ഇത് ഐഡൻറ്റിഫയർ അല്ല, കാരണം ഇവിടെ എന്തുണ്ട്? വൈറ്റ് സ്പേസ് ഉണ്ട് അല്ലേ? ഒരു സ്പേസ് നമ്മളിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സ്പേസ് അലോഡ് അല്ല. സോ ഇതെന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ അല്ല. ഇനി ഇത് ഐഡൻറ്റിഫയർ ആണോ? A-B. അണ്ടർസ്കോർ അല്ല കേട്ടോ, അത് ഹൈഫൺ ആണ്. A-B ഐഡൻറ്റിഫയർ ആണോ? അല്ല. കാരണം അണ്ടർസ്കോർ ആണെങ്കിൽ പറ്റും, ഒരിക്കലും സ്പേസ് പിന്നെ ഇങ്ങനത്തെ തോന്നിയ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ ഇത് ഐഡൻറ്റിഫയർ ആണോ? ഇതും ഐഡൻറ്റിഫയർ അല്ല. കാരണം എന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ലെറ്റർ ആവണം. ഇത് ഫസ്റ്റ് ക്യാരക്ടർ ഡിജിറ്റാണ്. ഒരിക്കലും ഡിജിറ്റ് വെച്ച് തുടങ്ങരുത്, എപ്പോഴും ലെറ്റർ വെച്ചിട്ട് തുടങ്ങാവൂ. സോ ഇതെന്താണ്? അതും ഒരു ഐഡൻറ്റിഫയർ അല്ല. ഇൻഡ് ഇത് ഐഡൻറ്റിഫയർ ആണോ? ഇതും ഐഡൻറ്റിഫയർ അല്ല. കാരണം നമ്മൾ കീവേഡ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് കീവേഡിനെ ഒരിക്കലും ഐഡൻറ്റിഫയറായി യൂസ് ചെയ്തത്. സോ ദിസ് ഈസ് നോട്ട് എ കീവേഡ്.
ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് കുറച്ച് തവണ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. എപ്പോഴും ലെറ്റർ വെച്ചിട്ട് ബിഗിൻ ചെയ്യണം, സ്പേസ് ഇടാൻ പാടില്ല ഇടയിൽ, ഹൈഫൺ ഇടാൻ പാടില്ല ഇടയിൽ, നമ്പർ വെച്ച് തുടങ്ങരുത്, കീവേഡ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡൻറ്റിഫയർ. നെക്സ്റ്റ് ആണ്, സോ നമ്മൾ കീവേഡ് പഠിച്ചു, ഐഡൻറ്റിഫയേഴ്സ് പഠിച്ചു. നെക്സ്റ്റ് ആണ് നമുക്ക് ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ്. നെക്സ്റ്റ് ആണ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞത്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ് ആർ ദി ടോക്കൺസ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഡാറ്റ ഐറ്റം ദാറ്റ് കനോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. Okay, so constants are the tokens that represent the data item that never change during the execution of a program. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ, ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫയർ പറഞ്ഞു അല്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ഐഡൻറ്റിഫയറെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടെങ്കിൽ നമുക്ക് അതിന് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഞാൻ 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എനിക്ക് ഒരിക്കലും ഈ 1 എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ദെൻ ഇൻറ്റ് ഈക്വൽ ടു 1 ഇങ്ങനെയാണ് ഡിക്ലറേഷൻ ചെയ്യുക. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ഡിക്ലറേഷൻ, ഡാറ്റ ടൈപ്പ് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഡിക്ലറേഷനൊക്കെ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡാറ്റ ഐറ്റം ദാറ്റ് ഡസൻ ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഈ കോൺസ്റ്റൻസ് തന്നെ പല തരത്തിലുള്ള കോൺസ്റ്റൻസ് ഉണ്ട്. ഇൻറ്റീജർ കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻസ്, അതുപോലെ സ്ട്രിങ് കോൺസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കോൺസ്റ്റൻസ് ആണ് ഉള്ളത്. സോ ഇൻറ്റീജർ ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ ആൻഡ് സ്ട്രിങ് ലിറ്ററൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ഓരോ ലിറ്ററൽ എന്താണുള്ളത്. സോ ഫസ്റ്റ് വൺ ആണ് ഇൻറ്റീജർ ലിറ്ററൽസ്. അതായത് ഇൻറ്റീജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിൽ ഇൻറ്റീജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി ഹോൾ നമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡിജിറ്റ്സ്. ഹോൾ നമ്പേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. സോ 3 ടൈപ്പ് ഉണ്ട് ഇൻറ്റീജർ ലിറ്ററൽ. ഒന്ന് ഡെസിമൽ, പിന്നെ ഒന്ന് ഒക്ടൽ. നമുക്കറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാ ഡെസിമൽ. ഇപ്പോൾ ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്വൻസ് ഓഫ് ഡിജിറ്റ് വിത്ത് നോ സീറോ ഇൻ ദ ബിഗിനിങ്ങിൽ സീറോ ഇല്ലാത്തതൊക്കെ ഡെസിമലാണ്. 123 -123 +27 ഇതൊക്കെ എന്താണ്? ഡെസിമൽ ലിറ്ററലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒക്ടലാണ്. ബിഗിനിങ് വിത്ത് 0, 0, 1, 2, 0, 1, 5, 7 അങ്ങനത്തതൊക്കെ എന്താണ്? ബിഗിനിങ് വിത്ത് 0 ആണെന്ത്? ഒക്ടൽ. ബിഗിനിങ് വിത്ത് 0x ആണെന്ത്? ഹെക്സാ ഡെസിമൽ. ഓക്കെ, ഇപ്പോൾ 0 വെച്ച് എക്സ് വെച്ച് തുടങ്ങുന്നത് എക്സാ ഡെസിമൽ, 0 വെച്ച് തുടങ്ങേണ്ടത് ഒക്ടൽ, 0 ഇല്ലാത്തത് ഡെസിമൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ എന്ന് പറയണത് സാധാരണ നമ്പേഴ്സ് ആണെങ്കിൽ അതാണ് ഇൻറ്റീജർ ലിറ്ററൽസ്. ഓക്കെ, രണ്ടാമത്തതാണ് ക്യാരക്ടർ ലിറ്ററൽസ്. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ വാലിഡ് ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പോൾ വാലിഡ് ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. ഇപ്പോൾ സിംഗിൾ കോഡ്സിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു സിംഗിൾ കോഡിനകത്തുള്ള എ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോഡ്സിനകത്ത് വരുന്നതൊക്കെ എന്താണ്? സിംഗിൾ കോഡ്സിനകത്ത് ഇപ്പം ഇതെന്താണ്? അതും എക്സി എന്നുള്ളത് ഒരു വാലിഡ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. എ ബി എന്നുള്ളത് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ABCD എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. സോ സിംഗിൾ കോഡിനകത്ത് വരുന്നതൊക്കെ എന്താണ്? ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അതല്ലാണ്ട് കുറേ എസ്കേപ്പ് സീക്വൻസുകൾ വരുന്നുണ്ട്, എസ്കേപ്പ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ലൈന് വേണ്ടി നമുക്ക് /n കൊടുക്കും. അതേപോലെ ഫോം ഫീഡിന് വേണ്ടി /f, അതുപോലെ ടാബിന് വേണ്ടി /t, സൗണ്ട് വരാൻ വേണ്ടി /a. ഓക്കെ, അപ്പോൾ അതൊക്കെ എസ്കേപ്പ് ക്യാരക്ടേഴ്സാണ്, എസ്കേപ്പ് സീക്വൻസുകളാണ്. അപ്പോൾ സിംഗിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തതാണ് ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റ്. ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആ റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻസ് ആർ റിയൽ നമ്പേഴ്സ്. അതായത് ഫ്രാക്ഷണൽ പാർട്ടുള്ളത് റിയൽ നമ്പേഴ്സ്. അപ്പോൾ അതായത് 5.2, 7.31, -0.021 ഇതൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സാണ്. കാരണം ഡെസിമൽ പാർട്ട് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ അതല്ലാതെ വരുന്ന നമ്മുടെ എക്സ്പോണൻ്റ് വരുന്നതും എന്താണ്? ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റുകളാണ്.
അതായത് 12.3E4 എന്താണ് 12.3 × 10⁻⁴. 12.3 × 10⁻⁴. E4 എന്ന് പറയുമ്പോൾ 10 അതായത് പവർ കാണിക്കാനാണ്. ഓക്കെ. E⁻⁻4 എന്ന് പറയുമ്പോൾ 10⁻⁻4. ഓക്കെ. അപ്പോൾ എക്സ്പോണൻ്റ് ആണ് ഒന്നില്ലെങ്കിൽ സ്മാൾ ഇ എന്ന് വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ എന്ന് വെച്ചിട്ട് എഴുതാം. ഇവിടെ സ്മാൾ ഇ ഇതിലും ക്യാപിറ്റൽ ഇതിന് സെയിം തന്നെയാണ് വരുന്നത്. സോ ഫ്ലോട്ടിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെസിമൽ ഉള്ളത്, റിയൽ നമ്പേഴ്സ് ആയിരിക്കും, ഫ്രാക്ഷണൽ പാർട്ടുള്ളതായിരിക്കും നമ്മുടെ ഫ്ലോട്ടിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിൽ എക്സ്പോണൻറ്റും വരും. നെക്സ്റ്റ് ആണ് നാലാമത്തെയാണ് സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്റർ എന്ന് പറയുമ്പോൾ എനിത്തിങ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണ് സ്ട്രിംഗ് ലിറ്ററൽ. അപ്പോൾ ഡബിൾ കോഡ്സിനകത്ത് വരും. നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് എന്ത് എഴുതിയാലും അത് സ്ട്രിംഗ് ആയി. ഇപ്പോൾ സിംഗിൾ കോഡ്സിനകത്ത് എന്ത് എഴുതിയാലും എന്തായി? അത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയി. ഡബിൾ കോഡ്സിനകത്ത് എന്ത് എഴുതിയാലും എന്തായി? അത് സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയി. ഇനി വാല്യൂവിൽ ഡെസിമൽ പോയിന്റ് വരികയാണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റ്. ദെൻ ഹോൾ നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റീജർ ലിറ്ററൽസ്. സോ ലിറ്ററൽസിൽ 4 ടൈപ്പാണുള്ളത്: ഇൻറ്റീജർ ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. ഇൻറ്റീജറിൽ ഒരു 3 വരുന്നത് ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഓക്കെ. അടുത്തതാണ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേഷൻ മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ബ്രാക്കറ്റ്, അത് പങ്ക്ച്വേറ്ററാണ്. പരാന്തസിസ് എന്ന് പറയാം. പരാന്തസിസ് ഇതാണ്. പിന്നെ ബ്രേസസ്, ഇതെന്താണ്? ഇതും ഒരു പങ്ക്ച്വേറ്റേഴ്സ് ആണ്. നമ്മൾ പെയറായിട്ട് ഉപയോഗിക്കുന്ന പങ്ക്ച്വേറ്റേഴ്സ് ആണ് ഇതെല്ലാം. അതല്ലാതെ വരുന്ന പങ്ക്ച്വേറ്റേഴ്സ് ആണ് കോമ, സെമി കോളൻ, കോളൻ, ആസ്റ്ററിസ്ക്, അതുപോലെ തന്നെ പിന്നെ ഈക്വൽ ടു, ഹാഷ് സിമ്പൽ. ഇതൊക്കെ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ പങ്ക്ച്വേറ്റേഴ്സ് ആർ ദ സിമ്പിൾസ് യൂസ്ഡ് ആസ് ദി പങ്ക്ച്വേഷൻ മാർക്സ് ഇൻ ദി സിൻടാക്സ് ഓഫ് വേരിയസ് കൺസ്ട്രക്ട്സ് ആൻഡ് ആസ് എ സെപ്പറേറ്റേഴ്സ് ടു എൻഹാൻസ് ദ പ്രോഗ്രാംസ് റീഡബിലിറ്റി. ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ പെയേഴ്സാക്കി യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമയൊക്കെ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ അതാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റേഴ്സ്. എന്തെങ്കിലും പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സിംബൽസ് ദാറ്റ് ട്രിഗർ സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ. സോ ദീസ് ആർ ദി ടോക്കൺസ് ഓർ സിംബൽസ് ദാറ്റ് ട്രിഗർ സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ A+B അല്ലേ? ഇത് രണ്ടും എന്താണ്? എയും ബിയും എന്താണ്? ഓപ്പറൻസ് ആണ് അല്ലേ? ഈ പ്ലസ് എന്താണ്? ഓപ്പറേറ്ററാണ്. ഓക്കെ. അപ്പോൾ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പറയാം. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാം. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് പ്ലസ്, മൈനസ്, സ്റ്റാർ, ബൈ, റിമൈൻഡർ, മോഡുലസ്. രണ്ടാമത്തെ ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ. 2 റിലേഷൻ തമ്മിൽ ചെക്ക് ചെയ്യുക. റിലേഷണൽ ഓപ്പറേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ദെൻ മൂന്നാമത്തെയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ കമ്പൈൻ ചെയ്യാൻ ആൻഡ്, ഏതെങ്കിലും ഒന്ന് നോക്കാൻ ഓർ, ദെൻ നോട്ട്. സോ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2+, ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ 2-. ഒരു പ്ലസ് ആകുമ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആവും, 2+ ആകുമ്പോൾ അതെന്താവും? ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആവും, 2- ആകുമ്പോൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആവും. നെക്സ്റ്റ് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമുക്ക് എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, 1 ഈക്വൽ ടു 2 ഈക്വൽ ടു തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത്. ഡബിൾ ഈക്വൽ ടു എന്നുള്ളത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ നിങ്ങളുടെ ലാബിൻ്റെ വൈവ സമയത്തൊക്കെ ഇങ്ങനത്തെ ചോദിക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ടു ആൻഡ് സിംഗിൾ ഈക്വൽ ടു? സോ ദിസ് ഈസ് ആൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് ദിസ് ഈസ് എ ഡബിൾ ഈക്വൽ ടു ഈസ് എ റിലേഷണൽ ഓപ്പറേറ്റർ. 2 എക്സ്പ്രഷൻസ് ഈക്വൽ ആണോ നോക്കാൻ റിലേഷണൽ. ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എയുടെ വാല്യൂ 10 അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടേണറി ഓപ്പറേറ്റർ. ക്വസ്റ്റ്യൻ മാർക്കും കോളനും കൂടി ഒരുമിച്ച് എഴുതുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ ടേണറി ഓപ്പറേറ്റർ. ഇതും ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്താണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവും. ഓക്കെ. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ ടേണറി ഓപ്പറേറ്റർ. നെക്സ്റ്റ് ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്, ഇപ്പോൾ ഇൻറ്റീജറിന് 2 ബൈറ്റ്, ക്യാരക്ടറിന് 1 ബൈറ്റ്, അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ദെൻ നെക്സ്റ്റ് ആണ് കോമ ഓപ്പറേറ്റർ. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ ഓപ്പറേറ്റർ. ഓക്കെ.
നെക്സ്റ്റ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ സിംഗിൾ ബിറ്റുകൾ തമ്മിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ബിറ്റ് വൈസ് ആൻഡ് ഡബിൾ ആൻഡ് വരുമ്പോൾ എന്തായി അത് ലോജിക്കൽ ഓപ്പറേറ്ററായി. സിംഗിൾ ആൻഡ് വരുമ്പോൾ സിംഗിൾ ആംപർസാൻഡ് വരുമ്പോൾ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്. 2 ലെസ് ദാൻ വരുമ്പോൾ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്, 1 ലെസ് ദാൻ വരുമ്പോൾ റിലേഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമ്മുടെ സിയിലുള്ളത്. ഏതൊക്കെ? അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, അസൈൻമെൻറ്റ്, കണ്ടീഷണൽ, സൈസ് ഓഫ് കോമ ആൻഡ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സും അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.